friends, good morning all. Once again, welcome back to my another video. Okay, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ പ്രിപ്പോസിഷൻ കൺജങ്ഷന്റെ എല്ലാ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആന്റോണിംസ്. ക്ലിയർ? ആന്റോണിംസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ആന്റോണിംസ് എന്ന് പറഞ്ഞാല് വിപരീത പദം, ഒരു വേർഡിന്റെ വിപരീത അർത്ഥമാണ് ആന്റോണിംസ്. ക്ലിയർ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പോവാം. ഫസ്റ്റ് വൺ, അട്രാക്ട്. വാട്ട് ഡു യു മീൻ ബൈ അട്രാക്ട്? അട്രാക്ട് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, അല്ലെ? അട്രാക്ട് എന്ന് പറഞ്ഞാല് ആകർഷിക്കുക. ഏതാണ് അട്രാക്ടിന്റെ ഓപ്പോസിറ്റ് വേർഡ്? റിപ്പൽ ആണ് അട്രാക്ട് എന്ന അട്രാക്ടിന്റെ ഓപ്പോസിറ്റ്. അട്രാക്ട് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, റിബൽ എന്ന് പറഞ്ഞാൽ വികർഷിക്കുക. അത് അട്രാക്ട് ചെയ്യാതിരിക്കുക, വികർഷിക്കുക. നമ്മൾ പറഞ്ഞു ആന്റോണിംസ് എന്ന് പറഞ്ഞാല് വിപരീത പദം, അല്ലെ? അട്രാക്ട് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് റിബൽ. ആന്റോണിംസ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചതാകുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുക. നെക്സ്റ്റ് വൺ, അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവുക, പ്രത്യക്ഷത്തിൽ. അതിന്റെ അപ്പിയറിന്റെ എന്താ? ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുക, ഡിസപ്പിയർ. അല്ലെങ്കിൽ വാനിഷ് എന്നും പറയും. അപ്പിയർ പ്രത്യക്ഷമാകുക, അതിന്റെ ഓപ്പോസിറ്റ് ഡിസപ്പിയർ അല്ലെങ്കിൽ വാനിഷ് എന്നും പറയും. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുക, അല്ലെങ്കിൽ വാനിഷ് എന്നും പറയും. ക്ലിയർ? നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഡിസപ്പിയർ അല്ലെങ്കിൽ വാനിഷ് ആണെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യുക. വാനിഷ് എന്ന് പറഞ്ഞാലും അപ്രത്യക്ഷമാവും, ഇല്ല, നീക്കം ചെയ്യുക എന്ന അർത്ഥത്തിൽ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, അറൈവ്. അറൈവിന്റെ മീനിങ് എന്താ? എത്തിച്ചേരുക. എന്താണ്? എത്തിച്ചേരുക. അതിന്റെ ഓപ്പോസിറ്റ് ഡിപ്പാർട്ട്, പുറപ്പെടുക, ഡിപ്പാർട്ട്. അതുപോലെ ലീവ്, വിട്ടുപോകുക, ലീവ്, ഡിപ്പാർട്ട് അല്ലെങ്കിൽ ലീവ്. ഒന്നുകിൽ ഡിപ്പാർട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ലീവ് നോട്ട് ചെയ്യാം. ക്ലിയർ? ഓപ്ഷൻ നോക്കിയിട്ട് എന്താണ്, PSC എക്സാമിനൊക്കെ നമുക്ക് ആന്റോണിംസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മള് ഡിപ്പാർട്ട് എന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ ലീവ് ആണ് ഉള്ളതെങ്കിൽ ലീവ് ചൂസ് ചെയ്യാം. ക്ലിയർ? നെക്സ്റ്റ്, ക്ലിയർ. എന്താ ക്ലിയറിന്റെ അർത്ഥം നമുക്കറിയാം, വ്യക്തമായ, അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് അൺക്ലിയർ എന്ന് വരും. അൺക്ലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ വേഗ് പറയും, മങ്ങിയ എന്നുള്ള അർത്ഥത്തില്. VAGUE, വേഗ്. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാലും മങ്ങിയ എന്ന അർത്ഥത്തിൽ. ഇതിൽ ഏതെങ്കിലും ഉണ്ടാവും, ഒന്നുകിൽ വേഗ് അല്ലെങ്കിൽ അൺക്ലിയർ അല്ലെങ്കിൽ സ്ക്യൂർ, അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടാവും. ക്ലിയർ? അതിന്റെ എല്ലാം അൺക്ലിയർ എന്നാണ് അതിന്റെ എല്ലാം മീനിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ, അൺക്ലിയർ, വേഗ്, സ്ക്യൂർ. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം, അഫ്ലുവൻസ്. വാട്ട് ഡു യു മീൻ ബൈ അഫ്ലുവൻസ്? അഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് സമൃദ്ധി. അതിന്റെ ഓപ്പോസിറ്റ് നോക്കാം, പോവേർട്ടി, ദാരിദ്ര്യം, അല്ലെ? സമൃദ്ധി, ദാരിദ്ര്യം. പോവേർട്ടി, അഫ്ലുവൻസിന്റെ പോവേർട്ടി. ദെൻ സ്കാസിറ്റി, ലാക്ക്. ഇതൊക്കെ അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, ഹിൻഡർ എന്ന് പറഞ്ഞാല് തടസ്സപ്പെടുത്തുക, തടയിടുക എന്നർത്ഥല്ലേ. ഹിൻഡർ, തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടയിടുക. അതിന്റെ ഓപ്പോസിറ്റ് ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ആണ് ഹിൻഡറിന്റെ ഓപ്പോസിറ്റ്. ക്ലിയർ? ഫ്രാഗ്രൻസ്. വാട്ട് ഡു യു മീൻ ബൈ ഫ്രാഗ്രൻസ്? നമുക്കറിയാം, സുഗന്ധം, അല്ലെ? ഫ്രാഗ്രൻസിന്റെ ഓപ്പോസിറ്റ് സ്റ്റിങ്ക് അല്ലെങ്കിൽ സ്റ്റഞ്ച്. അതിന്റെ രണ്ടിന്റെയും മീനിങ് ദുർഗന്ധം, സുഗന്ധം, ദുർഗന്ധം. ഫ്രാഗ്രൻസ്, സ്റ്റിഞ്ച്. ക്ലിയർ? ഷാലോ. വാട്ട് ഡു യു മീൻ ബൈ ഷാലോ? ഷാലോ എന്ന് പറഞ്ഞാൽ ആഴം കുറവുള്ള, ആഴം കുറഞ്ഞ. ഷാലോ, ആഴം കുറഞ്ഞ അർത്ഥത്തില്. നെക്സ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡീപ്പ് അല്ലെങ്കിൽ പ്രൊഫൗണ്ട്. ഇതിലേതും യൂസ് ചെയ്യാം, ഡീപ്പ് അല്ലെങ്കിൽ പ്രൊഫൗണ്ട്. കറക്റ്റ്, നമുക്കറിയാം, ശരി, കറക്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ റോങ് എന്ന് പറയും. ഇൻകറക്റ്റ് അല്ലെങ്കിൽ റോങ്. ക്ലിയർ? പാങ് എന്ന് പറഞ്ഞാൽ വേദന. പാങ് എന്ന് പറഞ്ഞാൽ കഠിനമായ വേദന, പാങ്. അതിന്റെ ഓപ്പോസിറ്റ് റിലീഫ്, കംഫർട്ട്, ലൈക്ക്, എൻജോയ്മെന്റ്. റിലീഫ്, എൻജോയ്മെന്റ്, കംഫർട്ട്, ലൈക്ക്. ക്ലിയർ? ക്ലംസി. വാട്ട് ഡു യു മീൻ ബൈ ക്ലംസി? വിരൂപമായ. ക്ലംസി എന്ന് പറഞ്ഞാല് വിരൂപമായ. അതിന്റെ ഓപ്പോസിറ്റ് ഗ്രേസ്ഫുൾ, അട്രാക്റ്റീവ്. ക്ലിയർ? വിരൂപമായ, അട്രാക്റ്റീവ്, ആകർഷണമുള്ളത്. ദെൻ അതുപോലെ തന്നെ ഗ്രേസ്ഫുൾ, ലെഫ്റ്റ്, ചാതുര്യമുള്ള എന്നുള്ളൊക്കെ അർത്ഥത്തില്. ക്ലിയർ? ആകർഷണമായ, ചാതുര്യമുള്ള. അതുപോലെ തന്നെ മറ്റേത് ക്ലംസി, വിരൂപമായ. ഓക്കെ, നമ്മൾ ആ ഒരു അർത്ഥം മനസ്സിലാക്കി പഠിക്കണം, അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവാം. നെക്സ്റ്റ് നോക്കാം, സ്റ്റാർട്ട്, സ്റ്റോപ്പ്. നമുക്കറിയാം, അല്ലെ? സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ഗിവ്, ടേക്ക്. അത് നമുക്കറിയാം, ഗിവ്, ടേക്ക്. റിമെമ്പർ. ഓക്കെ, ഓപ്പോസിറ്റ് ഫൊർഗെറ്റ്. റിമെമ്പർ, ഫൊർഗെറ്റ്. ബൈ, then sell. Buy,
സെൽ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, then സെൽ വിൽക്കുക. ഹാപ്പി, what do you mean happy? ഹാപ്പിന്റെ ഓപ്പോസിറ്റ് സാഡ്. ഹോട്ട്, ഹോട്ടിന്റെ ഓപ്പോസിറ്റ് കോൾഡ്. നെർവസ്, what do you mean by nervous? നെർവസ് നെർവസ് അറിയാം നമുക്കല്ലേ. നെർവസ് എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമില്ലാത്ത, ഒരു പേടിയുള്ള പോലെ നെർവസ്. then brave, അതിന്റെ ഓപ്പോസിറ്റ് ബ്രേവ്, ധൈര്യം. ഏർലി, നേരത്തെ. then ഓപ്പോസിറ്റ് ലേറ്റ്. ഫാസ്റ്റ്, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഓപ്പോസിറ്റ് സ്ലോ. ഫിയർ, ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, പേടി, അതിന്റെ ഓപ്പോസിറ്റ് ധൈര്യം, കറേജ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാല് കൃത്രിമമായ, ആർട്ടിഫിഷ്യൽ, അതിൻ്റെത് നാച്ചുറൽ. ക്ലീൻ, ക്ലീൻ വൃത്തിയുള്ള. then ഓപ്പോസിറ്റ് ഡേർട്ടി, ആന്റോണിം ഡേർട്ടി. ഇൻക്രീസ്, ഓപ്പോസിറ്റ് ഡിക്രീസ്, ക്ലിയർ, ഡിക്രീസ്. ഷാർപ്പ്, ഡൾ, ഷാർപ്പിന്റെ ഓപ്പോസിറ്റ് ഡൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ്, what do you mean by mitigate? ആശ്വാസം നൽകുക, മൃദുവാക്കുക, ആശ്വസിപ്പിക്കുക, മൃദുവാക്കുക എന്നൊക്കെ അർത്ഥത്തിൽ. അതിന്റെ ഓപ്പോസിറ്റ് അഗ്രവേറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് അഗ്രവേറ്റ്. അഗ്രവേറ്റ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി, അതായത് തീവ്രത എന്നർത്ഥത്തില്. മറ്റേത് മൃദുവാക്കുക, ഇത് തീവ്രത. വഷളാക്കുക, മൃദുവാക്കുക, ഇത് അഗ്രവേറ്റ്, വഷളാക്കുക അല്ലെ ഇന്റൻസിറ്റി, തീവ്രത എന്നുള്ള അർത്ഥത്തിൽ. ഈസി, ഹാർഡ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റഡ് ആയി ഒരു ആന്റോണിം തന്നെ ഒരു ആന്റോണിം തന്നെ റിപ്പീറ്റഡ് ആയി ഒരു 5 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നമുക്കത് തറവാം. പിന്നെ നമുക്കൊരു എക്സാംസിനൊക്കെ വരുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോഴൊക്കെ, PSC എക്സാംസിനൊക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നമുക്കത് ക്ലിക്ക് ആവും. ക്ലിയർ? ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ആന്റോണിംസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.